നമ്മൾ എന്ത് ചെയ്യണോ അതെ നമുക്ക് കിട്ടും. സത്യം കർമ്മയാണത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പിക്ക് കപ്പിൾസ്. പിക്ക് കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയ്യോ, സൗണ്ട് പോയിരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഈ സൗണ്ട് പോവും. അതായത് ചെറുതായിട്ടൊരു തൊണ്ടവേദന വന്നാലും പെട്ടെന്നായിരിക്കും സൗണ്ട് പോവും. അപ്പോൾ കുറച്ച് സീനായിട്ടിരിക്കുകയാണ്. സെയിം തന്നെ അഞ്ചു ചേച്ചിക്കും സൗണ്ട് പോയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതേപോലെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഡബ് ചെയ്യുമ്പോൾ സൗണ്ട് വരില്ല പുറത്തേക്ക്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെല്ലാവരും എൻ്റെ ഷോർട്സ് കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ചേച്ചി വന്നിട്ടുണ്ട്, മൂത്ത കസിൻ സിസ്റ്റർ വന്നിട്ടുണ്ട്, വല്യമ്മേരെ മോള് വന്നിട്ടുണ്ട്. ഒരുപാട് പേരെന്നോട് ചോദിക്കുന്നതാണ്, ഗീത്തുന് ചേച്ചിമാരുണ്ടോ, കുറേ ചേച്ചിമാരെ കാണുന്നുണ്ടല്ലോ ട്രിച്ചിയിലൊക്കെ ആയിട്ട്. ആക്ച്വലി എനിക്ക് സ്വന്തമായിട്ട് ആരുമില്ല. എനിക്ക് സ്വന്തം വല്യമ്മേരെ മക്കളാണ് കൂടുതലുള്ളത്. അവരെനിക്ക് സ്വന്തം ചേച്ചിമാരെ പോലെയാണ് കേട്ടോ. ഞാൻ കൂടുതലായിട്ടും എന്നായിട്ട് അറ്റാച്ച്മെൻ്റ് ഉള്ളത് മൂത്ത വല്യമ്മേരെ നീതു ചേച്ചിയും നിൻ ചേച്ചിയാണ്. ബിക്കോസ് ഞാൻ അവരെയാണ് കൂടുതൽ കാണുന്നത്. രണ്ടാമത്തെ മോളെ വല്യമ്മേനെ എനിക്ക് അധികം മീറ്റ് ചെയ്യാൻ പറ്റാറില്ല, രമ്യ ചേച്ചീനെ. ഇപ്പോൾ വന്നിട്ടുള്ളത് ഗൾഫിലുള്ള ചേച്ചിയാണ്. അപ്പോൾ ഇവരാര് നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഒന്ന് കറങ്ങാൻ പോവും, സംസാരിക്കണം, അതൊന്ന് കൂടണം. അതൊക്കെ എനിക്ക് കുറച്ച് നിർബന്ധമാണ്. അതേപോലെ തന്നെ ചേച്ചിമാർക്ക് നിർബന്ധമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ഉള്ളൂ ലൈഫിൽ നമുക്ക് ആലോചിച്ച് വെക്കാനുള്ള നല്ല ഒരു പിടി മുഹൂർത്തങ്ങൾ എന്ന് പറയണത്. അപ്പം നമ്മൾക്ക് ഇവിടുത്തെ വീട് എത്ര ഇമ്പോർട്ടൻസ് ആണ്, ഇവിടുത്തെ ഫാമിലി എത്ര ഇമ്പോർട്ടൻസ് ആണോ അതേപോലെ തന്നെയാണ് നമ്മുടെ വീടും. അങ്ങനെ കൊണ്ടുപോകാനാണ് നമ്മുടെ ഇവിടുത്തെ അച്ഛനമ്മയും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. എൻ്റെ ഒരുപാട് വീഡിയോസിൽ ഒരുപാട് പേര് ചോദിക്കുന്നതാണ്, എന്തൊക്കെ ഇത് വീട്ടിലേക്ക് എന്താ ഒന്നും ചെയ്യാത്തത്, വീടൊന്ന് ശരിയാക്കിക്കൂടെ, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കമൻറ്റ്സ് വരുന്നേക്കാൾ മുന്നേ ഇതെൻ്റെ അമ്മേനോട് ഞങ്ങൾ സംസാരിക്കും. ഞാനും നിഖിൽച്ചാണ് സംസാരിച്ചത്. അമ്മയാണെങ്കിൽ അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടമല്ല, വേണ്ട, എന്തിനാ അനാവശ്യ ചിലവുകൾ, എന്തിനാ അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ അമ്മേനോട് ചോദിക്കാണ്ട് എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അമ്മ ഞങ്ങൾ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അമ്മ പറയും, എന്തിനാ കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യാൻ പോകണം. നമുക്കറിയാമല്ലോ, ഞാനായാലും ഞങ്ങളായാലും അവിടുത്തെ അമ്മേനെ ഒരുപാട് രീതിയിൽ നമ്മൾ സഹായിക്കുന്നുണ്ട്, പറ്റുന്ന രീതിയിൽ കേട്ടോ സഹായിക്കുന്നുണ്ട്. അത് മതി, അത് തന്നെ ധാരാളമാണ്. അതല്ലാതെ അവരിവരും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിചാരിച്ചു നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടല്ല, നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് നോക്കേണ്ടത്. ഞാനാണ് അമ്മയ്ക്കുള്ള ഒരേ ഒരു പെൺതേരി, ഞാനാണ് അമ്മേനെ നന്നായി നോക്കേണ്ടത്. അതിനോട് എല്ലാവരും പറയുന്ന കേസാണ്, കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിലും അമ്മേനെ നന്നായിട്ട് നോക്കണം, ഹാപ്പി ആയിട്ട് വെക്കണം. അത് ഇന്ന് വരെ ഞാൻ പൊന്നുപോലെ തന്നെയാണ് നോക്കുന്നത്. ഒരു സന്തോഷിക്കാനായിട്ടൊരു അവസരം കിട്ടിയാൽ പോലും ഞാനത് മിസ് ചെയ്യാറില്ല. കാരണം ഞാൻ മിക്കപ്പോഴും വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അമ്മേനെ കൊണ്ടുപോകും. അമ്മാമ്മനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മമ്മ വരില്ല, കാരണം അമ്മമ്മയ്ക്ക് വയ്യ. എന്നാലും ഞാൻ അമ്മാമ്മനെ തൂക്കിയിടും. അമ്മേൻ്റെ വീട്ടിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അമ്മമ്മനെ തൂക്കിയിട്ട് കാറിൽ കയറ്റിയും കൊണ്ടുപോകാറാണ് പതിവ്. പക്ഷേങ്കിൽ ഒന്ന് ചായ പിടിക്കാനായാലും എനിക്ക് അമ്മേനെ കൂട്ടി പുറത്ത് പോകണം അത്ര. കാരണം നമ്മൾ സന്തോഷം കണ്ടെത്തേണ്ടത് നമ്മളാണ് അല്ലേ, അതല്ലാതെ വേറെ ആരും നമ്മുടെ കയ്യിൽ സന്തോഷം കൂടി തന്ന് നിങ്ങൾ സന്തോഷിക്കുന്നു പറയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ലൈഫ് വളരെ ഷോർട്ടാണ്. നമ്മൾ ഇന്ന് കണ്ടവരെ നാളെ കാണില്ല. ഫ്യൂച്ചർ പ്ലാൻസ് ഒന്നും ഞങ്ങൾക്ക് അധികമില്ല. ഇന്ന് ജീവിച്ചാൽ ഇന്ന് ജീവിച്ചു, ഇന്ന് പണിയെടുത്താൽ ഇന്ന് ആ പൈസയ്ക്ക് നമ്മൾ അടിച്ചു പൊളിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ എല്ലാവരും വിചാരിക്കും നിങ്ങൾക്കൊന്നും ഒരു ടെൻഷനില്ല, നിങ്ങൾ കോടീശ്വരന്മാരല്ലേ, അങ്ങനെ ഇങ്ങനെ. അതൊന്നുമല്ല, നമ്മൾ ഓരോരുത്തർക്കും ഓരോരോ ജീവിത സാഹചര്യങ്ങളാണ്. പല രീതിക്ക് നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ. നമ്മളതൊന്നും പുറത്ത് കാണിക്കില്ല എന്നുള്ളൂ. നമ്മുടെ വീട്ടിൽ എല്ലാവരും ആ ഒരു നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു നല്ലൊരു ബോണ്ടിൽ അങ്ങോട്ട് പോകുന്നു. നമുക്ക് എത്ര ടെൻഷൻസ് ഉണ്ട്, ബാധ്യതകളുണ്ട്, കടങ്ങളുണ്ട്, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ പല രീതിക്ക് നമ്മളിങ്ങനെ പതുക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് പോകണം, അത്രേ ഉള്ളൂ. അതല്ലാതെ ഞങ്ങളിങ്ങനെയാണ്, ഞങ്ങൾക്ക് ഇത്ര മാത്രം ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ അടങ്ങിയിരിക്കാറില്ല. എന്തേടേ ചേച്ചി വരുന്നുണ്ട് എൻ്റെ ഈ ഒരു സാഹിത്യ തത്വം കേട്ടിട്ട്. ഒരുപാട് പേര് നമ്മളോട് പറയുന്ന ഒരു കേസാണ്, നിങ്ങൾക്ക് ടെൻഷൻസ് ഒന്നും ഇല്ലെന്നെല്ലാം. ഞങ്ങൾക്ക് ടെൻഷൻസ് ഇല്ലാണ്ടൊന്നല്ല, ഞങ്ങൾക്ക് ഒരുപാട് പല രീതിക്കുള്ള ടെൻഷൻസും ബാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്യാറില്ല. കുഴപ്പമില്ല, ഇന്ന് ജീവിച്ച് സന്തോഷിച്ച് കിടന്ന് ഉറങ്ങിയ അത്രയും ലാഭം അല്ലടാ. കാരണം നാളെ ആരൊക്കെ കാണും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം കൂടുതൽ പരാതിയും പരിഭവങ്ങളും ഒന്നുമില്ല. പിന്നെ നമ്മളിങ്ങനെ നടക്കുന്നതിൽ ഒരുപാട് പേര് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടായിരിക്കും ചുറ്റും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കുറച്ചൊക്കെ ഞങ്ങൾ കേൾക്കാറുണ്ട്. അപ്പോൾ കുറേ കേൾക്കുമ്പോൾ ഞങ്ങൾ കുറച്ചെങ്കിലും ഇങ്ങനത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ തിരിച്ചെന്തെങ്കിലും പറയണ്ടേ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, പറയാറില്ല. ഇപ്പം ഞങ്ങളുടെ അമ്മമാർക്കുണ്ടല്ലോ, ഞങ്ങൾ എന്ത് കാര്യവും നാലാൾ കാണല ചെയ്യണത് ഇഷ്ടമല്ല. അതായത് പേടിയവർക്ക്. ഞങ്ങൾ എന്ത് നാലാളെ കാണിച്ചത് ഇപ്പം നമുക്ക് യൂട്യൂബ് ഉണ്ടാവും, നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു സെർച്ച് ചെയ്ത് കൊടുക്കുന്നത് നമുക്കത് നല്ലൊരു കോണ്ടന്റും കൂടി ആകുമ്പോൾ നമ്മൾ എന്തായാലും ഇടുമല്ലോ. അപ്പം അവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മക്കൾ അങ്ങനെ ചെയ്യേണ്ട. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു
അതിപ്പോ എല്ലാ അമ്മമാർക്കും ഉണ്ടാവും എനിക്ക് തോന്നുന്നു. അതായത് അല്ലടാ, നമ്മൾ അവർക്ക് വേണ്ടി എന്തിനു ചെലവാക്കിക്കുന്നത്. അതൊരു ഇപ്പൊ എൻ്റെ അമ്മയ്ക്ക് നമുക്ക് ആ ഒരു സമയം വരട്ടെ ഞങ്ങളെ സഹായിക്കാനായിട്ട്, നമുക്ക് അങ്ങനെ ഒരു സമയം വരട്ടെ, അപ്പൊ നിങ്ങളെ സഹായിച്ചു. ഇപ്പൊ ഞാനിപ്പോ കീത്തിനോടായാലും അവിടുത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ പറയുമ്പോ ലീന ഒട്ടും സമ്മതിക്കില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിട്ടൊന്നും ഒട്ടും സമ്മതിക്കില്ല. ശരിക്കും പറഞ്ഞാൽ ലീന ഇപ്പോഴാണ് ഒന്ന് കറക്റ്റ് നീക്കുന്ന പുറത്ത് വന്നത്. അത് ഇതുവരെ ആൾക്കാരെന്ത് വിചാരിക്കും, സമൂഹം എന്ത് പറയും, അങ്ങനെയൊക്കെ ആയിരുന്നു. അല്ലാതെ അമ്മയ്ക്ക് കുറെ പരിമിതികൾ ഉണ്ടായത് പുറത്തു വരാനായിട്ട്. അപ്പൊ ഞങ്ങളാണ് പലതും മാറ്റി വന്നത്. അമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ എല്ലായിടത്തേക്കും വരാനൊന്നും ആദ്യം ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഞങ്ങൾ പറയാം എന്തിനാ വരാതിരിക്കണം, മഞ്ജുടെ എന്നോട് പറയാ, നീ ആകെ ഒരു പെൺകുട്ടി ഉള്ളത് അമ്മയ്ക്ക്, അമ്മയുടെ കാര്യങ്ങളൊക്കെ നീയാ ചെയ്യേണ്ടത്. ഞാൻ എപ്പോഴും കുത്തിനോട് പറഞ്ഞു കൊടുക്കും, അമ്മ ചെയ്യാണ്ടിരിക്കുക. കാരണം ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ എനിക്ക് അച്ഛനുണ്ട്, സഞ്ജു ഉണ്ട്. ഇപ്പം ഞാൻ ചെയ്തില്ലെങ്കിൽ അമ്മ നോന്ന് പറയണേന് അമ്മയ്ക്കൊരു ഇതുണ്ട്. അതായത് മറ്റുള്ളവർ കേൾക്കുമ്പോഴും പറയില്ല പുറത്തുള്ള ആൾക്കാർ, അഞ്ജുവിൻ്റെ ഒരു അച്ഛനും ഒക്കെ ജോലിക്ക് പോകണം. പക്ഷെ കീത്തുവിനെ സംബന്ധിച്ചിട്ട് അങ്ങനെയല്ലല്ലോ. അമ്മയ്ക്ക് കീത്തുള്ളൂ. അപ്പം കീത്തുവിനും എന്തെങ്കിലും ഭയങ്കരമായിട്ട് ചെയ്ത് കൊടുക്കണത് അമ്മയ്ക്കല്ലേ. ഞാൻ പറയും മാക്സിമം നീ അമ്മേനെ ഹാപ്പിയാക്കി വെക്കാൻ നോക്കാം. ശരിക്കും പറഞ്ഞാൽ കീത്തു ആണെങ്കിൽ ലോകം കണ്ടത് കല്യാണം കഴിഞ്ഞിട്ടാ. കീത്തു അല്ല ഞാനാണെങ്കിലും അതെ, കീത്തുവിൻ്റെ അമ്മയാണെങ്കിലും അതായത് നമ്മുടെ അമ്മമാരടക്കം ഇപ്പോഴാണ് ഓരോരുത്തർക്കും സിനിമക്കൊക്കെ പഠിപ്പിച്ചു പോയി തുടങ്ങിയത് ഇപ്പോഴാണ്. പണ്ട് സിനിമ കണ്ടിട്ടുള്ളത് ഇല്ല, എനിക്ക് ഓർമ്മയില്ല പോയി തോന്നുന്നു. ഞങ്ങൾ കൊണ്ടുപോകും. ഇപ്പൊ അവർ എക്സ്പെക്ട് ചെയ്യും, നമ്മളെ കൊണ്ടുപോകുന്നത് അവർ എക്സ്പെക്ട് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്യാനായിട്ടാലും നമ്മുടെ ഇവിടുത്തെ അച്ഛനമ്മയ്ക്കൊന്നും ഒരു പ്രശ്നമില്ല. നമ്മുടെ അടുത്താണ് പറയാ, അത് ചെയ്തില്ലേ മക്കളെ, ചെയ്യണ്ടേ, കാരണം നിങ്ങൾ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യണതല്ല. അപ്പൊ അതേപോലെ തന്നെ അവിടെ ചെയ്യണം, ഒരേപോലെ കൊണ്ടുപോകണം. അപ്പം അത്രേ ഉള്ളൂ. ഞാൻ സംസാരിച്ചു വന്ന വേറെ ഒന്നല്ല, നമ്മൾ കുറേ വീഡിയോസൊക്കെ കാണുമ്പോൾ എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ്, അല്ലെങ്കിൽ ഇതാണ് ഒരു കോടീശ്വരന്മാർ മരത്തുമ്പോൾ പൊട്ടിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ അവരങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ക്യാമറ നോക്കി പിടിച്ചെടുക്കലല്ലേ. യൂട്യൂബ് വരുന്നേക്കാൻ മുമ്പുണ്ടല്ലോ ഇതേപോലെ ഞങ്ങള് ഇത്തിരി നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമ്മൾ ഇത്തിരി മെച്ചം വെച്ചു ഇല്ല എന്നൊന്നും ഞങ്ങൾ പറയാം. ഞങ്ങൾക്ക് ഞങ്ങൾ ദാരിദ്ര്യത്തിലാണെന്നൊന്നല്ല ഞങ്ങൾ പറയണത്. ഞങ്ങൾ ഇപ്പോഴാണ് ബെറ്റർ ആവാതിരുന്നൊരു സമയം ഉണ്ട് ഞങ്ങൾക്ക്. അതായത് ആ സമയത്ത് പോലും ഞങ്ങൾ അത്രയും ഹാപ്പി ആയിരുന്നു ഇപ്പോൾ ഉള്ളതിനേക്കാളും. കാരണം ഇന്ന് ഞങ്ങൾക്ക് കുറെ സ്ട്രെയിൻ ഉണ്ട്. അയ്യോ ഇത് വീഡിയോ പോയില്ല, സ്ഥലത്ത് പോയിട്ട് ക്യാമറ തൂക്കി നടക്കണം നമ്മള്. അന്ന് അങ്ങനെ ഇല്ല, പോവാ എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്താൽ വേറെ നല്ല പുറത്തേക്ക് പോവും. ബീഫ് പൊറോട്ട ഇതെല്ലാം കൂടുതലൊന്നും കഴിക്കുന്നില്ല. സിനിമ തന്നെ അത് ഞങ്ങൾ കാണും. അതായത് ഞങ്ങൾക്ക് ഭയങ്കര ആർഭാടൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് വല്ലപ്പോഴൊന്ന് പുറത്ത് പോകണം. ഇപ്പൊ നിതീഷ് ചേട്ടൻ ഞാൻ പറയാ, ഭക്ഷണം കഴിക്കല്ലേ ചെയ്യണേ, അത് എപ്പോഴൊന്നും ഇല്ലല്ലോ. വല്ലപ്പോഴും ഒന്ന് പോവാ ചെയ്യാ, അത്രേ ഉള്ളൂ. അപ്പൊ ഇപ്പോഴേ പിന്നെ നമ്മള് അതൊന്നും അമ്മക്ക് മുട്ടുവേദനയായിട്ട് വരില്ല സിനിമയ്ക്കൊക്കെ. ഇപ്പൊ അമ്മേനെ അച്ഛനൊക്കെ കൊണ്ട് ഞങ്ങൾ സിനിമയ്ക്ക് പോവുള്ളൂ. അതേപോലെ തന്നെ അവിടെ അച്ഛനെ അമ്മേനെ ഞങ്ങൾ കൊണ്ടുപോകും. അത് അവരാണെങ്കിൽ ഇപ്പൊ അവര് ഓക്കെ, ആദ്യമൊന്നും അവർ സമ്മതിക്കില്ലായിരുന്നു. ഇപ്പൊ അവർ ഓക്കെ, ഞങ്ങൾ ചീത്ത പറയും, എന്തിനു വരാതിരിക്കണം, ആരെ പിടിച്ച് വരാതിരിക്കണം, ഞങ്ങൾ അങ്ങനെ ചോദിക്കും. ഇപ്പൊ കൊണ്ടുപോകും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഞാനൊരു കാര്യം ഞാൻ എപ്പോഴും ഞാൻ ഗീത്തോട് പറയും. കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ ഗീത്തോട് പറഞ്ഞു, ഗീത്തു ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞാൽ ഞാനമ്മ എപ്പോഴും തല്ലുപിടുത്തായിരുന്നു. എൻ്റെ അമ്മ തൊട്ടാവാടുന്ന ഒരു പ്രകൃത. ഞാൻ പക്കടുത്ത് കരയും. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മനെ കുറേ കരയിച്ചിട്ടുണ്ട്. കരയിച്ചിട്ട് തല്ലുകൂടിയിട്ട് ഞാൻ വായത്തോന്നൊക്കെ വിളിച്ചു പറഞ്ഞു. കുറേ ഞങ്ങൾ തല്ലൂടി. അമ്മ കുറേ കരട്ടൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് പ്രത്യേകിച്ച് കരണമൊന്നും വേണ്ട, അത് ഗീത്രതൊക്കെ അറിയാൻ പെട്ടെന്ന് കറിയമ്മ ഭയങ്കര സില്ലിയമ്മ. അമ്മനത് കണ്ണുരുട്ടി വയ്ക്കിയത് അമ്മ കറി. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മനെ കരയിക്കുന്നത് അമ്മയുടെ വിഷമം, അമ്മയുടെ ഒരു ഭയങ്കര ഒരു സംഭവമാണ് കല്യാണത്തിന് ശേഷം. അല്ലെങ്കിൽ ഞാനൊരു അമ്മയതിനു ശേഷം, ഞാനൊരു മോളുടെ ഒരു അമ്മയതിനു ശേഷം, അയ്യോ ഇങ്ങനൊരു കണക്ഷൻ അമ്മ മക്കളായിട്ട് അങ്ങനെ ഒരു സാധനം വന്നു. നമ്മൾ എന്ത് ചെയ്യണോ അതെ നമുക്ക് കിട്ടും. സത്യം തന്നെ സത്യമാണ്. കർമ്മയാണത്. കർമ്മ എന്ന് പറയുന്നത് സത്യമാണ്. അത് പറയും. ഇപ്പം എൻ്റെ പാറു വലുതായിട്ട് പാറും ഞാനും എൻ്റെ അമ്മയും തല്ലുകൂടിയിരുന്ന പോലെ ചിലപ്പോൾ പാറും ഞാനും തല്ലുകൂടിക്കായിരിക്കും. അമ്മ കരഞ്ഞപ്പോൾ ഞാൻ കരയായിരിക്കും. സത്യമാണ് ആ സാധനം. അതൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മുടെ മക്കളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കരുത് നമ്മൾ. പക്ഷെ നമ്മുടെ കാരണം നമ്മുടെ അമ്മയ്ക്കും അച്ഛനും അല്ലെങ്കിൽ അമ്മയച്ഛനും അമ്മയമ്മയ്ക്കും നമ്മൾ എന്ത് നല്ല ചെയ്തു കൊടുത്താലും നമ്മുടെ മക്കൾ നമുക്കത് ചെയ്ത് തരും. അതായത് അവർ കണ്ടു വളരുന്നതല്ലേ, അത് സത്യമാണ്. എപ്പോഴും അവിടെ പറയണം, മഞ്ചേലും കുഴപ്പമില്ല, നമുക്കിപ്പോൾ 4 മക്കളുണ്ട്, 4 മക്കളും നമുക്ക് തിരിച്ചു തരും. അങ്ങനെ ഒരു വിശ്വാസമാണ് ഗൈസ്. നമ്മൾ ആരും
വെറുതെ കുറ്റം പറയാണ്ടിരിക്കുക. അതായത് നമ്മുടെ സിറ്റുവേഷൻ അറിയാണ്ട് ഒരുപാട് പേര് നമുക്ക് എല്ലായിടത്തു നിന്നും നമുക്ക് ന്യൂസ് കിട്ടും. അതായത് ആരൊക്കെ എന്തൊക്കെ നമ്മളെ പറ്റി പറഞ്ഞാലും ഇന്ന ആൾക്കാരെന്നത് പറഞ്ഞു, അതിപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ, നമുക്ക് അറിയുന്നവരായിക്കോട്ടെ, നമ്മുടെ അയൽപ്പക്കായിക്കോട്ടെ, നമ്മുടെ ബന്ധുക്കളായിക്കോട്ടെ, ആരെന്ത് പറഞ്ഞാലും നമ്മുടെ ചെവിട്ടിക്കകത്തും. കാരണം നമ്മൾ തെറ്റ് ചെയ്യാത്ത ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ആരെയും വേദനിപ്പിക്കാറില്ല. ഞങ്ങളെല്ലാരും ഞങ്ങളുടെ ഫാമിലി ആയിട്ട് ഇതിങ്ങനെ പോകുന്നു, കൊടപിടിച്ചിങ്ങനെ പോകുന്നു. അതെ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എക്സ്ട്രാ നമ്മുടെ നമ്മുടെ അച്ഛനമ്മയ്ക്കും നമ്മൾ ചെയ്യുന്നതിന് ഒരുപാട് പേര് ആൾക്കാർ അങ്ങനെ ഇങ്ങനെ പറയുന്ന ആൾക്കാർ അതൊക്കെ നമുക്കറിയാം എങ്ങനെയാണ് എന്താണ് നോക്കളെ. അതായത് എന്താ പറയുക, ആരെ പറ്റും കുറ്റം പറയാൻ എപ്പോഴും എളുപ്പമാണ്. അവർ ചെയ്ത നല്ല കാര്യങ്ങൾ പറയാൻ ഉണ്ടാവില്ല. അവർ പറയണം അവരെന്ത് കുറ്റം ചെയ്തോ ആ കുറ്റമായിരിക്കും ടാർഗറ്റ് ചെയ്ത് പറയാം. ചിലപ്പോൾ ഇതിന് മുമ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇന്നലെ ഈ പറഞ്ഞ ആൾക്കാർക്ക് വേണ്ടി ഇവർ കുറേ ചെയ്തിട്ടുണ്ടാവും. അതൊന്നും മനുഷ്യത്വം നമ്മൾ പറയോ. അതെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതായത് നമ്മള് ഇപ്പൊ കഴിഞ്ഞൊരു വീഡിയോസിൽ ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന ഒരു വീഡിയോസിൽ അതിലൊരുപാട് എനിക്ക് കുറെ ഞാൻ ഒന്നാമത്തെ വീഡിയോ ഞാൻ ആ വീഡിയോ കണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ ഫസ്റ്റ് ഇട്ട വശം തന്നെ 7 വ്യൂ കണ്ടിരിക്കുമ്പോഴേ ഞാൻ കണ്ടത്. ഞാൻ അടിച്ചടിച്ച് പോയി. അതിൽ പിന്നെ കഴിഞ്ഞ ദിവസമായി കിടക്കടി കുറേ നെഗറ്റീവ് കമൻസ് ഉണ്ട്. അപ്പം നെഗറ്റീവ് കമൻസ് വന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒന്നും വേണ്ട, വായിക്കണ്ട, വെറുതെ അപ്പം ഇങ്ങോട്ട് സ്ക്രീൻഷോട്ട് എടുത്തിരിക്കും അയച്ചതിരിക്കും. ഞാൻ വായിക്കണ്ട യൂട്യൂബിൽ പോയിരുന്ന കമന്റ്സ് എടുത്ത് നോക്കണ്ടല്ലോ, എല്ലാം കാണല്ലോ. 2 സൂപ്പർ ആയിട്ടുള്ള ആൾക്കാർ അപ്പൊ അതിൽ കുറെ കമന്റ്സ് അതെന്താ അഞ്ചു ക്രിട്ടിക്കായി സംസാരിക്കേണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടാണ്. അത് ക്രിട്ടിക്കായിട്ടല്ലോ, ഇതെന്താ കുക്കറി ഷോ ആണോ കീത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ല, ജ്യൂസി ആയിട്ടുണ്ടാക്കി നീ പോയി ഉണ്ടാക്കിയടി അങ്ങനെയൊക്കെ പാടില്ല. അതെന്താ സംഭവം ഞാൻ പറയത് ഞാനൊന്നും റിപ്ലൈ. അത് ഈ പറയുന്ന ആൾക്കാരുടെ അടുത്ത് നമുക്ക് പറയാനുള്ളത്, ചിലപ്പോൾ അവര് ആ വീഡിയോ കണ്ടിട്ട് അവർ അങ്ങനെ ആയിരിക്കും മനസ്സിലാക്കിയത്. നമ്മുടെ പല വീഡിയോസും തെറ്റിദ്ധരിക്കുന്നതാണത്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എന്തെങ്കിലും ഒരു സാധനം ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ വിളിക്കായാലും കൊടുത്തില്ലെങ്കിൽ സത്യസന്ധമായ അഭിപ്രായം പറയാം. അതായത് ഇപ്പൊ ഇവള് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു ഓഞ്ഞ രുചി കഴിച്ചു കത്തിക്കാരി അവളെങ്ങനെയാ പറയുള്ളൂ. അതായത് എനിക്കിഷ്ടായി. നീ ആയാലും പറയാം. ഞാൻ പഞ്ചുണ്ടാക്കിയത് എന്താണ്, ഞാൻ ഇപ്പൊ ഒട്ടും ടേസ്റ്റ് ഞാൻ പറഞ്ഞാ പോരാ. അത് എൻ്റെ ഒരു നാച്ചുറെങ്കിലാ. അപ്പൊ ഓറഞ്ചൊക്കെ ഇരിഞ്ഞു പോയി, ഇത്രയും വരുള്ളൂ എനിക്ക്. കരിഞ്ഞു പോയി 5 കരിഞ്ഞത് ഇങ്ങനെ വരുള്ളൂ എനിക്ക്. അതല്ല പൊടി ഇത് ഉണ്ടാക്കാം. ഞാൻ അത്രേ ഇടുള്ളൂ, എനിക്ക് എല്ലാത്തിലും അത്രേ ഉള്ളൂ. പക്ഷെ 5 അങ്ങനെയല്ല. ഇപ്പൊ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ കരിച്ച് പൊരിച്ച് വെച്ചിരിക്കുന്ന ഒരു രസം അത് അങ്ങനെ പറയുള്ളൂ. ചായ മധുരം കൂടി കീത്ത് പായസം ഇപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും കുഴപ്പമിടാ മധുരം കുറയുന്നുള്ളൂ. അതിപ്പോ ഞാൻ എങ്ങനെയാണ് കടുപ്പം കൂടുതൽ കുഴപ്പം അല്ലേ. അതല്ലാതെ ഞാൻ അതിന് കൂടുതൽ എക്സ്പ്ലെയിൻ അതാക്കില്ല. പക്ഷെ 5 അങ്ങനെയല്ല. മീൻസ് ക്യാമറയ്ക്ക് മുന്നിലായാലും പിന്നിലായാലും അവള് ഇങ്ങനെ ചിലപ്പോ എനിക്ക് തോന്നാറുണ്ട് പാട്ടിക്ക് എന്തുണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പറയും അത് ക്യാമറ ഓൺ ചെയ്ത് വെച്ചപ്പോ പറയണ്ടല്ലടാ. അത് ഇവിടെ അമ്മ കറക്റ്റ് കുക്ക് ചെയ്തിട്ട് ഇത് പറയും. ഞാൻ പറയട്ടെ ടേസ്റ്റ് ഒക്കെ ഇവിടെ നോക്കുന്ന ആള് ഞാൻ നിഖിൽച്ചേട്ടൻ അപ്പൊ കറക്റ്റ് ആയിട്ട് പറയും. അതല്ലാതെ ഇവരാരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനും ചേട്ടനൊക്കെ ഒരേപോലെ നിതീഷ് ചേട്ടനൊക്കെ ആയാലും അത്രേ പറയുള്ളൂ. സെയിം ഞാനങ്ങനെ കുട്ടീനെ എന്ത് കൊടുത്താലും അച്ഛൻ ഇതുവരെ എത്തുന്നത് അന്ന് ഞാൻ പോയിട്ടുണ്ടായി ചോദിച്ച അത് ഈ ചൂട് കാലത്ത് നല്ലതാ. ആക്ച്വലി ഇതല്ല എന്റെ കണ്ടന്റ്. ഞാൻ പറയണേ ഞാൻ എങ്ങനെയാണ് കേസ് എനിക്ക്. പക്ഷെ അങ്ങനത്തെ ഒരു സാധനത്തിനൊന്നും നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നാമത്തെ ഞാൻ ഭയങ്കര ബോൾഡ് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിക്ക് ചെറിയ കാര്യം അങ്ങനെ അല്ലായിരുന്നു. അതെ, അത് കണ്ടിട്ട് എനിക്ക് ടെൻഷനായി. കാരണം എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഇത് അതായത് ഞാൻ വിചാരിച്ചു ഒരു കമന്റ് പിൻ ചെയ്ത് വെച്ചാലോ അങ്ങനൊന്നും ഇല്ല കേട്ടോ. നിങ്ങളങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ. പിന്നെ ഞാൻ വിചാരിച്ചാൽ അതിന് വേണ്ടിയിലും കുറെ നെഗറ്റീവ്സ് വരും. ആ നെഗറ്റീവ് വരുന്ന ആളോട് നമ്മൾ ദേഷ്യമായിട്ടുള്ള പറഞ്ഞത് നിങ്ങൾക്ക് അത് കണ്ടപ്പോൾ നിങ്ങൾ ഓരോരുത്തരും പറയാൻ പറ്റില്ല. ചിലപ്പോൾ കണ്ട ആൾക്കാർ ഇത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കി അതായത് സാധനം ഞാനത് സത്യസന്ധമായ എന്റെ അഭിപ്രായം പറഞ്ഞത്. പല മനസ്ഥിതിയുള്ള ആൾക്കാരാണ് നമ്മളിപ്പോ. നമുക്കിപ്പോ ഒരു വീഡിയോ കണ്ടപ്പോ ഒപ്പീനിയൻസ് ഉണ്ടാവില്ലടാ. അതേപോലെ തന്നെയാണ്. പക്ഷെ സംഭവം ഇത്രേ ഉള്ളൂ. എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ് അഞ്ചു പറയാറുള്ളത്. അത്രയുള്ളൂ. മതി, നിർത്ത്. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഇതൊന്നുമില്ല. 15 മിനിറ്റ് ഉണ്ടോ?
ചേച്ചിനായിട്ട് പുറത്ത് പോണ വീഡിയോ ആണ്, ഫുഡ് കഴിക്കാനായിട്ട് ഗൈസ്. അത്ര ഉള്ള വീഡിയോയിലേക്ക് കടക്കാം. നമ്മളപ്പോൾ ഇതേ കുട്ടന്മാരൊക്കെ റെഡിയാക്കി ഇതേ ടാറ്റ പോകാനായിട്ട് റെഡിയായി നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഇത് കാശിക്കുട്ടൻ്റെ ഷർട്ടാണ്. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ തൊട്ടേ എന്നോട് പറയാൻ തുടങ്ങിയാണ്, അമ്മയെ കാച്ചി കാച്ചി കാച്ചി. അതായത് കാശിയുടെ ഷർട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതേ സമയം കറക്റ്റ് 11 മണി ആയിട്ടുണ്ട്. ഞങ്ങൾ 11 മണിയാകുമ്പോൾ വല്യമ്മേരെ വീട്ടിലെത്താമെന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വണ്ടി എടുക്കട്ടെ. നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിനായിട്ട് ഒരു സദ്യ കഴിക്കാൻ പോവാണ്. എനിക്കല്ല കേട്ടോ, അവൾക്ക് വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് ഒരു സദ്യ കഴിക്കണം. പക്ക വെജ് സദ്യ അല്ല, നോൺ വെജ് സദ്യ കഴിക്കണം. അപ്പോൾ എല്ലാവരോടും ടാറ്റ ബൈ ബൈ നമുക്ക് ഇറങ്ങാൻ വേഗം. എല്ലാവരോടും ടാറ്റ പറഞ്ഞിറങ്ങിയപ്പോഴാണ് അമ്മ പാലും കൊണ്ട് വന്നിട്ടോ. ഇപ്പോൾ പിള്ളേർക്ക് പാല് വെക്കുമ്പോൾ ഒരു ഗ്ലാസ് പാലമ്മ എനിക്ക് വേണ്ടി വെക്കും. വേറൊന്നല്ല, ഈ ക്ഷീണമായി വരുന്നതുകൊണ്ട് പാലെങ്കിലും ഒന്ന് കുടിക്കും മോളെ എന്ന് പറയും. കാരണം ഫുഡ് കഴിക്കൽ എല്ലാവരും പറയുമെങ്കിലും അത് ഞാൻ അങ്ങോട്ട് എന്താ പറയുക, മനസ്സിലായല്ലോ. അപ്പോൾ പാലിപ്പോൾ കുടിക്കാറുണ്ട്. അപ്പോൾ അമ്മ ഗ്ലാസ്സായിട്ടല്ല വന്നത്, പാത്രമായിട്ട് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തിരിച്ചു പോകേണ്ട അമ്മ, പാത്രം തന്നു, കുറച്ച് പാലുള്ളൂ, ഞാനത് വേഗം കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പാത്രത്തോടുകൂടി പാല് കമഴ്ത്താണ്. നമുക്ക് ടാറ്റ പോയിട്ട് വേഗം വരാം. ഇന്നത്തെ ദിവസം സഫലമായില്ലേ ചേച്ചി? ബൈ പറയിട്ടേ വലിയ മോട്. ചേച്ചിന്ന് ഉദ്ദേശിച്ച വേറെ ഒന്നല്ല, എൻ്റെ വല്യമ്മേരെ മോളാണ്. ആളിപ്പോൾ അത് ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവളെ കൂട്ടിയിട്ടാണ് പോകാൻ പോണത്. നീതുണ്ട്, അതായത് ചേച്ചിയുണ്ട്, എൻ്റെ വല്യമ്മേൻ്റെ വല്യച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ വേറെ ആരുമില്ല കേട്ടോ. ഞാൻ എൻ്റെ അനിയനെ വിളിച്ചതായിരുന്നു, മേമേരെ മോനെ വിളിച്ചതായിരുന്നു. അവൾ അന്നത്തെ ദിവസം വേറൊരു ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു 1 ഡേ ട്രിപ്പ്, അതുകൊണ്ട് അവനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മേനെ വിളിച്ചപ്പോൾ, അതായത് മേമേനെ വിളിച്ചപ്പോൾ മേമയ്ക്കും എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ കയ്പമംഗലത്തേക്കും എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പിക്ക് ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ മാമയ്ക്ക് എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇത്ര പേരേ ഉള്ളൂ. ഞങ്ങൾ പോയിട്ട് വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു പുറത്തുനിന്ന് പോയിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു ഫുഡ് കഴിക്കണം, അത്രേ ഉള്ളൂ. ഫുഡ് നല്ല ഹോട്ടലോ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടൊന്നുമില്ല. നമുക്കൊന്ന് ചില്ല് ചെയ്യാൻ പറ്റിയൊരിടം, എല്ലാവരും കൂടി കൂടുമ്പോൾ അതൊരു രസമല്ലേ. നമ്മൾ ഒറ്റയ്ക്ക് പോയി പുറത്തുനിന്ന് ഫുഡ് കഴിക്കും, അതൊക്കെ ഒരു വൈബാണോ. ഇതേപോലെ എല്ലാവരും കൂടി ആകുമ്പോൾ അത് രസമാണ്. അതിപ്പോൾ ഫുഡ് കഴിക്കുന്നില്ല, ഒരു ചായ കുടിക്കാൻ പോയിട്ടുണ്ടെങ്കിലും നമുക്കതൊരു സന്തോഷമാണല്ലേ. അപ്പോൾ അതേ ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ കറക്റ്റ് 11 മണിക്ക് എത്തുമെന്ന് പറഞ്ഞാട്ടോ. ഇവിടെ വലിയ ഒരുക്കങ്ങളൊന്നും കാണില്ല. പുറത്തെ അപ്പി നിൽക്കുന്നുണ്ട്, ഇത് ചേച്ചിയുടെ മോനാണ്. അവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ അവർ റെഡി ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നമുക്ക് കളയാം, ഇതെല്ലാവരും ഡ്രസ്സുമല്ലാവും. ഹലോ അയിനോ, ഇത് നമുക്ക് കളയാം, നമുക്കിത് ഡ്രസ്സുമലൊക്കെ ആവും. ഇത് ഇതമ്മ എടുത്തു വെക്കാം കേട്ടാ, എടുത്തു വെക്കാം. അല്ലേ കണക്കണല്ലേ ചെയ്യും. ഇവിടെ അപ്പം ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ നോക്കിയപ്പോൾ ചാലക്കുടിലൊരു സ്പോട്ട് ഉണ്ട് കേട്ടോ, രഘുചേട്ടൻ്റെ കട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നോൺ വെജ് ഐറ്റംസൊക്കെ നല്ല ഫുഡാണ്. നമ്മുടെ ഇവിടെ അടുത്തും വലത്തൊക്കെ ഉണ്ടെങ്കിലും അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു നല്ല റേറ്റിങ്ങോട് കൂടിയിട്ട്. ഇവിടെ വന്നപ്പോഴേ എനിക്കറിയായിരുന്നു ഇവരെന്തായാലും റെഡി ആയിട്ടുണ്ടാവില്ലെന്ന്. ഭാഗ്യത്തിന് വല്യമ്മ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു, അമ്മയെ റെഡിയായി നിൽക്കുന്നുണ്ട്. ചേച്ചി എന്തോ എന്നെ കണ്ടപ്പോഴേക്ക് ഓടി, ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് പുറത്തു പോകാനുള്ളത്, മുടി കെട്ടാനാന്ന് തോന്നുന്നുണ്ട്, പുറത്തേക്ക് ഓടിയിട്ടുണ്ട്. അപ്പോൾ വല്യമ്മ ഹായൊക്കെ പറയുന്നുണ്ട് വാവകളോട്. മിഠായിയൊക്കെ വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മിഠായിയൊന്നും വേണ്ട വല്യമ്മ, മിഠായിയൊക്കെ തീറ്റ കൂടിയിട്ടാണ് ചുമയും സംഭവങ്ങളൊന്നും മാറാത്ത. ഇപ്പം ഞങ്ങൾ കുറച്ചിരിക്കുകയാണ്. ഇപ്പം പൈപ്പിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ സമ്മതിക്കില്ല കേട്ടോ, മണ്ണിലായാലും ഇപ്പം അധികം കളിപ്പിക്കില്ല. ഇച്ചിരി മിഠായി കൊടുക്കുക, ചേട്ടന് കൊടുക്ക്, നന്നോ അബിക്ക് കൊടുക്കടാ, അത്ര പൊന്നല്ലേ. ചേട്ടയ്ക്ക് വേറെ ചോക്ലേറ്റ്സ് ഉണ്ട് കേട്ടാ, ചേട്ടൻ തരൂല, വേറെ ചോക്ലേറ്റ്സ് ഉണ്ട്, കൊടുക്ക് ചേട്ടന്, കൊടുക്കടാ. ആ അബി കൊടുക്കണ്ട ഏട്ടാ, വണ്ടിയൊന്നും കൊടുക്കണ്ട ഏട്ടാ, കാറൊക്കെ ഉണ്ട് ഏട്ടാ. ആ ചേട്ടൻ തരൂല, ചേട്ടനെ തരൂല, അല്ലൂന് കൊടുക്കൂട്ടൊക്കെ.
ഞാനിവിടേക്ക് ഓടിപ്പടഞ്ഞ് വന്നപ്പോൾ ഇവിടെ എല്ലാവരും മുക്കാൽ ഭാഗം റെഡി ആയിട്ട് നിൽക്കുകയാണ്. വല്യമ്മനെ ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. ചേച്ചിക്ക് കുറച്ച് പുട്ടിട്ട് ഇളകിയിട്ട് കുറച്ചുകൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് കയറ്റിക്കൊണ്ടിരിക്കുക. അബിന് കഴിഞ്ഞു, ഇനി വലിയശ്വരുണ്ട്. എന്തുട്ടായിരുന്നു ചായക്ക്? പുട്ടും കടലല്ലേ? ആ വാ വരൂ, നമുക്കിറങ്ങാം. അപ്പോൾ എല്ലാം സെറ്റാണ്, നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇപ്പം സമയം 11:30 ആയിട്ടുണ്ട്. അപ്പോൾ ആകെ ഒരേ ഒരു ടെൻഷനുള്ളൂ, ഈ ചോറിൻ്റെ ഒക്കെ സംഭവം ആയതുകൊണ്ട് നമ്മൾ ആ കറക്റ്റ് സമയത്തിന് ചെന്നില്ലെങ്കിൽ അത് കഴിഞ്ഞു പോകും. ബിരിയാണിയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു 3 മണി വരെയൊക്കെ ഉണ്ടാവുമായിരിക്കും, ചിലപ്പോൾ ഈവനിങ് ആയാലും ഉണ്ടാവുമായിരിക്കും. പക്ഷേ ചോറ് അങ്ങനെ അല്ലല്ലോ, ചോറ് കഴിയും അങ്ങനെയല്ല. ഞങ്ങളൊക്കെ ഇടയ്ക്ക് ഹോട്ടലിൽ പോയിട്ട് ചോറ് ചോദിക്കുമ്പോൾ ചോറ് കഴിഞ്ഞിട്ടാന്ന് പറയാറുണ്ട്. അതുകൊണ്ട് അതേയുള്ളൊരു പേടി, കാരണം ഇത്രയും ദൂരം നമ്മൾ ചെല്ലണതല്ലേ. പിന്നെ എന്നെയും നീതുവിനും ഒരേപോലെ ഫേസ് കട്ടിനെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ എന്നെ നീനു ചേച്ചിന്, അതായത് നീതു ചേച്ചിയുടെ അനിയത്തിയാണ് നീനു ചേച്ചി, എൻ്റെ ട്രിച്ചിയിലുള്ള ചേച്ചിയാണ്. അപ്പോൾ ഞങ്ങൾ ഒരേപോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്. ഞാൻ മണ്ണുണ്ടായിരുന്ന സമയത്ത് ശരിയാട്ടോ ഇവരെ പോലെ തന്നെയൊന്ന് കാണാനുണ്ടായിരുന്നത്. കവളൊക്കെ വലുതായിട്ടൊക്കെയാണ്, അതായത് ഞാൻ തടി വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കവളൊക്കെ നന്നായിട്ട് ഇങ്ങനെ ബബ്ലിയാവും. എൻ്റെ പഴയ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ എനിക്കിപ്പോഴും വിഷമമാണ്. അതിൻ്റെ കവളൊക്കെ പോയി ഒട്ടി കഴുത്തൊക്കെ നീണ്ടും. ഇപ്പോഴത്തേ നമ്മൾ അമ്മാമ്മേരെ അടുത്ത് എത്തിയിട്ടുണ്ട്, ലീലമ്മേരെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആ ഒരു സന്തോഷമായിട്ട് 2 പേരെ മുഖത്ത് കാണുന്നത്. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങോട്ട് വരാനായിട്ട്. നമ്മളെ വീട് കണ്ടാൽ തന്നെ അറിയാം അമ്മമ്മ അതിനോസിന് ഇപ്പോൾ ഈ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്ട് കാണിച്ചു കൂട്ടാട്ടോ. നീൽ ചേട്ടൻ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. നീൽ ചേട്ടനോട് ഞാൻ പോയിട്ട് വേഗം അമ്മ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ വേഗം ഫയർ ചെയ്തിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് നീൽ ചേട്ടനെ ഇറക്കിയതാണ് കേട്ടോ. അങ്ങനത്തെ അമ്മേനെയും കയറ്റിയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീഡിയോ കോൾ ചെയ്തിട്ടുള്ളത് നീനു ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ചേച്ചി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എങ്ങോട്ടാടി ഞാനില്ലാണ്ട് പോണേന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ദൂരം താണ്ടി നമ്മൾ രഘുചേട്ടൻ്റെ കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ അസല് തിരക്കാണ്. സാധാരണ ഒരു കടയാണ്, പക്ഷേങ്കിൽ ഇവിടെ വണ്ടികളും കാറുകളൊക്കെ ആയിട്ട് നല്ല തിരക്കാണ്. ആൾക്കാരുടെ ഒരു കുത്തൊഴുക്കാന്ന് തന്നെ പറയും. ഇതൊരു ഹോട്ടലിൻ്റെ പ്രൊമോഷനോ ഒന്നല്ല. ഞങ്ങൾക്കൊരു സ്പോട്ട് കിട്ടിയിരിക്കാനായിട്ട്, പക്ഷേങ്കിൽ ഇത്ര 7 പേരുള്ളതുകൊണ്ട് ഒരു റൗണ്ട് ടേബിളായിരുന്നു. അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങൾക്ക് മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അതായത് ആൾക്കാർ ക്യൂ ആണ് ഇവിടെ വന്നിട്ട്, സീറ്റില്ല. കാരണം ഓരോരുത്തരും എണീറ്റ് പോയാലല്ലേ, ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് പേരൊക്കെ ഇരിക്കുമല്ലോ. അപ്പം അമ്മാതിരി തിരക്കാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കുറേ നേരം അവിടെ നിന്നു കേട്ടോ. എന്നിട്ട് അവിടുത്തെ കുറേ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കി. അപ്പോൾ അവിടെ കുറേ നോൺ വെജ് ഐറ്റംസ് ഉണ്ട്. ചിക്കൻ, ബീഫ്, പോർക്ക്, പിന്നെ ഫിഷ്, പിന്നെ ചിക്കൻ കൊണ്ടാട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഐറ്റംസൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആൾക്കാർ ഫുഡ് കഴിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കതിലേക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല. അന്നത്തെ കറികൾ എന്തൊക്കെയാണ് നമുക്കറിയാലോ. നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബാക്കിൽ വന്നിട്ട് കല്യാണത്തിനൊക്കെ തന്നെയാണ് നമ്മുടെ ബാക്കിൽ വന്നിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര അസ്വസ്ഥയാണ്, നമുക്ക് മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു ടീമിനെ അതായത് ഞങ്ങൾ സ്ഥലം പിടിച്ച് നിന്ന ടീമിനെ ഞങ്ങൾ ബുദ്ധിമുട്ടിച്ചില്ല കേട്ടോ. നേരെ ബാക്കിലേക്ക് തിരിഞ്ഞ് നിന്ന് അവർക്ക് നന്നായി കഴിച്ച് എണീറ്റോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്. സീറ്റ് കിട്ടിയപ്പോൾ തന്നെ സന്തോഷമായി. കാരണം ഇത്രയും തിരക്കുള്ള സമയത്ത് കുറച്ച് സമയം വെയിറ്റ് ചെയ്താലും സീറ്റ് കിട്ടിയാലോ, കാരണം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഊണ് പറഞ്ഞു, അവിടെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഊണൊക്കെ ഉണ്ട്. ചിക്കൻ ഊണ്, ബീഫ് ഊണ് എന്നൊക്കെ പറഞ്ഞിട്ട് 150-170 രൂപയ്ക്ക്. നമ്മൾ വിചാരിച്ചു സാധാ ഒരു ഊണ് പറഞ്ഞിട്ട് നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് എന്താണെന്ന് ചോദിച്ചിട്ട് വാങ്ങിക്കാൻ വിചാരിച്ചിട്ടാ. ഊണ് വന്നു. അന്നത്തെ കറികൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോരുകാച്ചി ഉണ്ടായിരുന്നു, കച്ചമ്പർ ഉണ്ടായിരുന്നു, കേബേജ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഇതേപോലെ നല്ല കുത്തരി ചോറ് വിളമ്പിയിട്ടുണ്ടായിരുന്നു. ഇതിന് കൂട്ടാനായിട്ട് അങ്കമാലി മാങ്ങാക്കറി ആയിരുന്നു കേട്ടോ. എൻ്റെ പൊന്നുമക്കളെ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു മാങ്ങാക്കറി കൂട്ടുന്നത്. അതൊരു വേറൊരു ലെവൽ മാങ്ങാക്കറിയാണ്. കുറേ ഞാൻ വെറുതെ ഒഴിച്ച് കുടിച്ചു. പിന്നെ ഇവർക്കൊക്കെ കൊടുത്തിട്ട് ഇവർ കഴിച്ചു. സാധാരണ ഇവർ പുളിയുള്ള മാങ്ങാക്കറി എന്നൊരു കൂട്ടാറില്ല, പക്ഷെ അതൊക്കെ അവർ കഴിച്ചു. പിന്നെ സ്പെഷ്യലായിട്ട് നമ്മൾ നെത്തോലിയാണെന്ന് എനിക്കറിയില്ല, നെത്തോലിയുടെ ഫ്രൈ വാങ്ങിച്ചു, ബീഫ് വാങ്ങിച്ചു, അതേപോലെ തന്നെ പോർക്ക് വാങ്ങിച്ചു കേട്ടോ. അതും അത്യാവശ്യം കൊള്ളായിരുന്നു. ബീഫൊക്കെ കുറേ സമയം ചീഞ്ചട്ടിയിൽ കിടന്ന് വെന്ത് ചീഞ്ചട്ടിയിലാണ് ഉരുളിയിലാണെന്ന് എനിക്കറിയില്ല, അതിൽ കിടന്ന് വെന്ത് നന്നായി മസാലയൊക്കെ പിടിച്ച് നല്ലതായിരുന്നു. സ്പെഷ്യൽ കണ്ടാൽ തന്നെ മനസ്സിലായിരിക്കും അത് നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കഷ്ണങ്ങളൊക്കെ തന്നെയായിരുന്നു.
പിന്നെ സാധാ ചോറ് കഴിക്കാൻ തന്നെ നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഫുഡ് കഴിച്ചറിഞ്ഞപ്പോഴേക്കും ചൂട് ഒരു രക്ഷയില്ല. അവിടെ ഫാനിൻ്റെ കാറ്റ് കുറച്ച് കുറവാണ്. നമുക്കറിയാം നമ്മൾ വീട്ടിലിരുന്ന് തന്നെ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ഉരുകും, ഫാൻ ഉണ്ടായിട്ട് തന്നെ. അവിടെ ഫാനിന് കുറച്ച് കാറ്റ് കുറവായിരുന്നു. ഞങ്ങൾ ശരിക്കും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒഴുകായിരുന്നു. മറ്റേ നമ്മുടെ താടിയിൽ അവിടെ നിന്നും കഴുത്തിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എനിക്കിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങളപ്പോ അതിരപ്പള്ളിക്കാണ് പോവാൻ പോണത് അല്ലേ? ഞങ്ങള് പെട്ടെന്ന് പ്ലാൻ ചേഞ്ച് ചെയ്തതാണ്. ഇത്രത്തോളം ദൂരം വന്നിട്ട് പിന്നെ തൊട്ടടുത്ത് അതിരപ്പള്ളിക്ക് ഇങ്ങനെ പോവാതിരിക്കും. എന്താ മോളെ? ആക്ച്വലി നമ്മളൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി ചാലക്കുടി വരെ വന്നു കേട്ടോ. അപ്പോൾ നിഖിൽ ചേട്ടൻ എന്തായാലും പറഞ്ഞു ഫുഡ് കഴിക്കാൻ വേണ്ടി ചാലക്കുടി വരെ വന്നതല്ല, അപ്പോൾ തൊട്ടടുത്തെടുക്കണം അതിരപ്പള്ളിയും കണ്ടിട്ട് പോകുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര ഞെട്ടി, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അതിരപ്പള്ളി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് പോണ ഒരു ഇടയല്ലേ, നമ്മൾ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും ഭയങ്കര സന്തോഷമായിട്ട്. പോണ വഴി ആനേനൊക്കെ കണ്ടു. ആന അവിടെ കുളിക്കാൻ നിൽക്കണൊക്കെ നമ്മൾ ആനേനെ കാണാത്തൊന്നുമല്ല, പക്ഷെ എന്നാലും കാട്ടാനകൾ ഇങ്ങനെ കുളിക്കാനൊക്കെ നിന്ന് കുറേ പേരുണ്ട്, കുറേ എണ്ണം ഉണ്ടായിരുന്നു, 5-6 എണ്ണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു കറുകറുത്തൊരു ആനയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ കണ്ടു. അതിനെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ എന്താ പറയുക വണ്ടിക്ക് നിർത്തി ഇറങ്ങി വീഡിയോസൊക്കെ എടുത്തു. ഞങ്ങൾക്ക് അതെങ്ങനെയാണ് മനസ്സിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ പേര് കൂട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചാൽ ആനയുണ്ട് ഇത് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെ മനസ്സിലായി, പിന്നെ വെറുതെ ആൾക്കാർ വെറുതെ നിൽക്കില്ലല്ലോ അവിടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആനയൊക്കെ കണ്ടു. പിന്നെ ഞങ്ങളൊരു കരിക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ അവിടെ നിന്ന് അത്രയും ചൂട്ടത്ത് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ സർബത്ത് സംഭവങ്ങളൊന്നും വേണ്ട, നല്ല ഹെൽത്തി ആയിട്ട് കരിക്ക് കുടിക്കാമെന്ന് പറഞ്ഞു. അതും നീതുവിൻ്റെ ആഗ്രഹമായതുകൊണ്ട് കരിക്ക് കുടിക്കുന്നത്. അപ്പോൾ ഇനി സത്യം പറഞ്ഞാൽ കരിക്ക് എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് കിട്ടുന്ന കരിക്കുകൾക്കൊന്നും മധുരം ഉണ്ടാവാറില്ല. സത്യം പറയാലോ ഒരു ജാതി വട്ടവെള്ളം പോലത്തെ കരിക്കുകളായിരിക്കും എനിക്ക് കിട്ടുക. പക്ഷേ അമ്മനെ കിളിച്ചെണ്ണ കുടിക്കുന്നതിന് പറയും അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നല്ലോ എന്ന് എന്നോട് ചോദിക്കും. ഞാൻ പറയും എനിക്ക് മധുരം കിട്ടിയില്ല, അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ നമ്മൾക്ക് കരിക്ക് വെട്ടി തരുമല്ലോ, അപ്പം മൂത്തത് മിക്കത് മൂത്ത കഷ്ണങ്ങളായിരിക്കും കിട്ടുക. അതായത് കരിക്ക് പോയി തേങ്ങ കൊത്തുള്ള കഷ്ണങ്ങളായിരിക്കും കിട്ടുക. അതുകൊണ്ട് എനിക്ക് കരിക്ക് അത്ര വലിയ താല്പര്യം ഇട്ട. പിള്ളേരും കുടിക്കൂല, പിള്ളേർ അതിനേക്കാളും വലുതാണ്. അവർക്ക് ഈ തണവുള്ള സാധനങ്ങളാണ് അവർക്ക് ഇഷ്ടം. അപ്പം ഞാൻ പറയും മക്കളെ നല്ലതൊക്കെ എന്തെങ്കിലും കഴിച്ചുകൂടെ, അതെങ്ങനെ കറക്റ്റ് തിന്നാൻ പാടില്ലാത്തതും കുടിക്കാൻ പാടില്ലാത്തതായിട്ടുള്ള സാധനങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് കറക്റ്റ് ഇഷ്ടമാണ്. പിള്ളേർ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് അല്ലേ. ഇപ്പോൾ ലേസൊന്നും അധികം കൊടുക്കാറില്ല കേട്ടോ. കാരണം ലേസൊക്കെ കഴിച്ചിട്ട് വായ പൊള്ളിയെന്നും കുടല പൊള്ളിയെന്നും വയറിനുള്ളിൽ പുഴുക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ തൊട്ടേ പേടിയാണ്. നമ്മൾ ലേസ് അധികം വാങ്ങിക്കാറില്ല. നമ്മളിവർക്ക് ഏറ്റവും കൂടുതൽ വാങ്ങിച്ചു കൊടുക്കുന്ന സംഭവം കോലും മിഠായി ആട്ടാ. അത് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നില്ല, നമ്മൾ വീട്ടിൽ ഓരോരുത്തരായിട്ട് വരുമ്പോൾ കൊണ്ടുവരും. അപ്പോൾ നമ്മളത് ഫ്രീസറിൽ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്യും. ഇവർ വാശി പിടിക്കുമ്പോൾ നമ്മളവർക്ക് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നീതുവിനായിട്ട് ഭയങ്കരമായിട്ട് സെറ്റായി. നമ്മൾ അല്ലൂസ് അതിനെക്കൂട്ടനാണെങ്കിൽ അമ്മാമരെ മടിയിൽ നിന്ന് ഇറങ്ങൂലല്ലോ, അത് വേറെ കാര്യം. അപ്പോൾ അല്ലൂസിന് കൊടുത്തപ്പോൾ അല്ലു വെറുതെ ഒരു വലിയ വലിച്ചപ്പോൾ അവൻ മനസ്സിലായി വേണ്ട നല്ല സാധനമാണ്. പിന്നെ അവൻ കുടിച്ചില്ല കേട്ടോ. അപ്പോൾ ഈ അച്ചാച്ചനടുത്ത കഥകളൊക്കെ പറയുന്നു. നല്ലൊരു ഭംഗിയുള്ളൊരു ഷെഡായിരുന്നു. ഒരു ദിവസം കാട്ടാനകൾ വന്ന് പൊളിച്ചിട്ടതാണ്. അപ്പോൾ പിന്നെ ഷെഡൊന്നും കെട്ടാണ്ട് ചുമ്മാ ഇങ്ങനെ ഷീറ്റ് കെട്ടി ഇവരിങ്ങനെ ഓരോ ഗ്രൂപ്പ് അത്ര കാട്ടാനകൾ വരാം. ആദ്യം ഉണ്ടായിരുന്ന ഒരു പാവങ്ങളായിരുന്നു അത്ര, അങ്ങനെ ഉപദ്രവിക്കൊന്നുമില്ല. റോഡ് സൈഡിലത്തെ ഈ ഷെഡ് സംഭവങ്ങൾ ഇപ്പൊ പുതിയ ആൾക്കാരാണ്. അതൊക്കെ കേട്ട് വായം പിടിച്ചിരിക്കുക എന്താ അല്ലേ. അതേപോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അച്ഛനമ്മനൊക്കെ ആയിട്ട് അതിരപ്പള്ളി വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഒരു കടയിൽ നിന്ന് ചായ കുടിച്ചിട്ട് അതേപോലെ തന്നെ ഒരു ഷെഡൊക്കെ കിട്ടി. അവിടെ ഒരു ഉമ്മയായിരുന്നു. ആ ഉമ്മ ഞങ്ങളോട് പറഞ്ഞു ഇവിടുത്തെ കടൊക്കെ പിടിച്ചതൊക്കെ മക്കളെ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു, കാട്ടാന വന്നിട്ട് ഒരു എന്താ പറയുക ഗ്യാരണ്ടി ഇല്ലാണ്ട് ഞങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ജീവിക്കണ്ടേ, നമുക്ക് വേറെ കടമുറി പണിതൊട്ടൊന്നും നമുക്ക് പറ്റില്ലല്ലോ എന്നൊക്കെ പറയുമായിരുന്നു. അപ്പം ഞാനതൊക്കെ കേട്ടു. സത്യമാണല്ലേ, നമ്മൾ ജീവിക്കാൻ വേണ്ടി എന്തെല്ലാം ജോലികൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നതിലും ജോലിക്കും ഓരോരോ എന്താ പറയുക മഹത്വമുണ്ട്. ചുമ്മാ പറയാലോ കേട്ടോ അതൊക്കെ. അപ്പം അങ്ങനെ ഞങ്ങളപ്പോൾ ഒരു 7 കരിക്ക് കുടിച്ചുട്ടോ. 7 കരിക്കിനും കൂടിയിട്ട് 400 എത്ര കണ്ട് രൂപയും കുഴപ്പമുണ്ടായിരുന്നില്ല. കരിക്ക് നല്ല ഫ്രഷ് ആയിരുന്നു സംഭവം. പിന്നെ അതൊക്കെ വെട്ടി തന്നു, അതെല്ലാം വെട്ടി തന്നു. അവന് രണ്ടാമത് സ്ട്രോ വേണമെന്ന് പറഞ്ഞിട്ട് അച്ചാച്ചൻ സ്ട്രോ കൊടുത്തു. അപ്പം ഞങ്ങളോട് ചോദിച്ചു വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അത് കാണുന്നുണ്ടെങ്കിൽ മാമനൊരു ഹായിട്ടാവും. ഞങ്ങളെല്ലാവരും കുറച്ച് ഇങ്ങനെയുള്ള ആൾക്കാർ വേണം. അല്ല ചിലവരുണ്ട് നമുക്ക് വെറുതെ കരി കെട്ടി നിന്നിട്ട് വെറുതെ മിണ്ടാണ്ടിക്കൂലേ. അച്ചാച്ചൻ നല്ല എന്താ പറയുക നമ്മളോട് നല്ല മിങ്കിളിങ് ഒക്കെ ആയിരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഹാപ്പി ആയി. വരുന്നവർ കുടിക്കുന്നവർക്ക് അതൊരു എന്താ പറയുക ആശ്വാസമാണല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്തിട്ട് ഇനി വേഗം പോകാൻ നോക്കട്ടെ. ഇപ്പോഴത്തെ തന്നെ സമയം 3 മണി ആയിട്ടുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയയിലിട്ട് അതിരപ്പള്ളി കയറണോ, തുമ്പൂർ മൊഴി കയറണോ, വാഴച്ചാൽ പോകണം, മലക്കപ്പാറ പോകണം എന്നൊക്കെ. അപ്പോൾ ആദ്യം പറഞ്ഞു അതിരപ്പള്ളി പോകണ്ട, നമുക്ക് ഇവിടുന്ന് കുറേ നടക്കാനില്ലേ താഴത്തേക്ക്, വലിയശ്വരം വെലുമിക്കൊന്നും പറ്റില്ല അങ്ങനെ പറഞ്ഞു. അപ്പോൾ നമുക്ക് നേരെ ഇനി വാഴച്ചാൽ അല്ലെങ്കിൽ മലക്കപ്പാറ പിടിക്കാമെന്ന് പറഞ്ഞു കേട്ടോ.
അപ്പോൾ നമ്മൾ നേരെ വാഴച്ചാലിൻ്റെ അവിടേക്കാണ് പോണത്. ഇവിടെ ഇങ്ങനെ 2 സൈഡിലും ഞാൻ എപ്പോൾ പോകുമ്പോൾ ഈ കടകൾ ശ്രദ്ധിക്കും. പക്ഷേ ഇതുവരെയായിട്ട് ആ കടയിൽ ഒരു സാധനം പോലും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഞാൻ അത് കണ്ടപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. പിള്ളേർക്കൊക്കെ നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ കീച്ചനൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ നമ്മൾ വലുതായപ്പോൾ നമുക്ക് അങ്ങനത്തെ ഐറ്റംസിനോടൊന്നും ഒരു താല്പര്യമില്ലല്ലോ. പോണ വഴി ഇതേപോലെ നല്ല സീനറിയൊക്കെ ആയിരുന്നുണ്ട്. ഈ സീനറിക്ക് കാരണം വെള്ളം കിട്ടാണ്ടാന്ന് തോന്നുന്നുണ്ട്, മരങ്ങളൊക്കെ ഉടങ്ങി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഗൈസ്. അപ്പോൾ വേറെ എന്താ പറയുക, മഴയും സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല പുഴുക്കായിരുന്നു, അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ എന്ത് ചെയ്തു എന്നറിയോ, മലയ്ക്കപ്പാറയ്ക്ക് പോയില്ല. കാരണം മലയ്ക്കപ്പാറയ്ക്ക് പോകാൻ ഇവിടുന്ന് വീണ്ടും 2 മണിക്കൂറുണ്ടെന്ന് പറഞ്ഞു. ആ 2 മണിക്കൂർ പോയിട്ട് പിന്നെ തിരിച്ച് 2 മണിക്കൂർ ഇങ്ങോട്ട് കൊടുത്ത് വരുമ്പോൾ രാത്രിയാവില്ലേ. അപ്പോൾ ഞങ്ങൾ നേരെ വീണ്ടും അതിരപ്പള്ളിക്ക് തന്നെ വന്നിട്ടുണ്ട്. എന്നിട്ട് അവിടെ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. അല്ലൂസ് കുറേ നേരമായി പറയണ അവന് ഉമ്പം വേണം. അതായത് അവന് ഉമ്പല്ല വേണ്ടത്, അവന് ജ്യൂസ് ഉണ്ട് വേണ്ട. അപ്പോൾ ഞങ്ങൾ കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ അവന് അവിടെ ഞങ്ങൾക്ക് കൊക്കക്കോള വാങ്ങിച്ചു. അവന് മറ്റേ കെവിൻസിൻ്റെ ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടായിരുന്നു, അതും വാങ്ങിച്ചു. ഐനൂസിനും വാങ്ങിച്ചു. അതേപോലത്തെ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ബില്ലൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്ലാസ്റ്റിക്കും സംഭവങ്ങളൊന്നും കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മളവർക്ക് ഓൾറെഡി പൈസ കൊടുക്കണം. തിരിച്ച് നമ്മൾ ഈ സാധനങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അവർ റീഫണ്ട് ചെയ്യും. കൊടുത്ത പൈസ തിരിച്ചു തരും. അങ്ങനെയാണ്. അപ്പോൾ നമുക്കിത് കൊണ്ടുപോകേണ്ട ഒരു അത്യാവശ്യമില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ വെച്ചിട്ട് തന്നെ വേഗം കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി, കെവിൻസിൻ്റെ മിൽക്ക് ഷേക്ക് ഇഷ്ടമായി. അതൊരു പകുതിയോളം കുടിച്ചു, ബാക്കി ഞാൻ കുടിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ചധികം ഉണ്ട്. അയ്യോ, എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് അതിരപ്പള്ളിക്ക് അത് ആ ഒരു വാട്ടർഫാൾസ് എത്തണ വരെ നടക്കേണ്ട കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടെ. കാരണം പിള്ളേരെടുത്ത് നമ്മൾക്ക് നടക്കുമ്പോഴേ നമ്മൾ കാലിന് ഭയങ്കരമായിട്ട് സ്ട്രെയിൻ കൊടുക്കേണ്ടി വരും. പിറ്റേ ദിവസത്തേക്കാണ് എനിക്കിപ്പോഴും ഉണ്ടായൊരു മസിലൊക്കെ നല്ല വേദനയാണ്, അടിപൊളി വേദനയായിരുന്നു. ഇവരെടുത്ത് സ്ലോപ്പ് ഇറങ്ങുമ്പോഴൊക്കെ നമ്മൾ അങ്ങനെ പിടിച്ചല്ല ഇറങ്ങണേ. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വെല്ലിശൻ ഇരിക്കാമെന്ന് പറഞ്ഞു. കാരണം വെല്ലിശൻ ആ സ്ലോപ്പ് ഇറങ്ങിയൊക്കെ വരുമ്പോഴേക്കും വെല്ലിശന് ഒരു വിധായിരിക്കും. നമ്മൾക്ക് പോകാമെന്ന് പറഞ്ഞു. വെള്ളമൊക്കെ കുറവാണ്, പക്ഷെ ആൾക്കാർ നന്നായിട്ടുണ്ട്. അന്നൊരു സൺഡേ ആയതുകൊണ്ട് തന്നെ ആൾക്കാർ നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാട്ടെ ഗൈസ്. നല്ല ചൂടുണ്ട്. പാറ പഴുത്തടക്കല്ല, അതാണ്. ഞാൻ വിചാരിച്ചത് അമ്മയും വല്യമ്മയും ഇറങ്ങൂലെന്നാണ് വിചാരിച്ചത്. കാരണം അവർക്ക് കാലിനൊക്കെ വയ്യാത്തല്ല. പക്ഷെ അവർ വേറൊരു മൂഡാട്ടോ. അവർ ഞങ്ങളെ കൂടെ വന്ന് എവിടേക്കൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട് ഞങ്ങളെ ബാക്കിൽ കൂടെ വരും. ആക്ച്വലി എനിക്ക് പറയാനുള്ളത് അങ്ങനെ വേണം. നമ്മൾ വയ്യാന്നൊക്കെ ഓക്കെ. ഇപ്പോൾ സീതമ്മ ആയാലും ഇവിടുത്തെ അമ്മയായാലും അപ്പോൾ ഞങ്ങളെ കൂടെ ഇപ്പോൾ ടൂറിനൊക്കെ വരും, സിനിമയ്ക്ക് വരും. അമ്മയ്ക്ക് ആക്ച്വലി മുട്ടിനൊന്നും വയ്യ. കാരണം അമ്മയ്ക്ക് മുട്ടിന് തേയ്മാനമൊക്കെ ഉണ്ട്. പക്ഷെ അമ്മയ്ക്കായാലും ഞങ്ങൾ കൂടെ വരാൻ ഒത്തിരി ഇഷ്ടമാണ്. നമ്മൾ ലൈഫ് അങ്ങനെ എൻജോയ് ചെയ്യണം. കാരണം നമുക്ക് പോകാൻ പറ്റുന്ന സമയങ്ങളിൽ നമ്മളങ്ങനെ പോകണം. നമുക്ക് വയ്യ അതൊന്നും പറഞ്ഞിട്ട് വയ്യെങ്കിൽ ഓക്കെ, അധികം ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. എന്നാലും എനിക്ക് പറയാനുള്ളത് നമ്മൾ മക്കളെ വിളിക്കുമ്പോൾ നമ്മളമ്മമാർ വരാ, അവർ നമ്മുടെ കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം കേട്ടോ. പറഞ്ഞ പോലെ വെല്ലിശനായാലും ഡിസ്കിനൊക്കെ മുട്ടിനൊക്കെ ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ വെല്ലിശൻ ഒരുപാട് ദൂരം ഞങ്ങളെ കൂടെ നടന്നൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ആലോചിച്ചു ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അവർ, അല്ലെങ്കിൽ അവർക്ക് അവിടെ വെറുതെ ഇരിക്കാം, അവർ വരുന്നില്ല എന്ന് പറയും, അതവർ സന്തോഷമാണ്. നമ്മൾ ജീവിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണം, കാണണം. അറ്റ്ലീസ്റ്റ് നമ്മുടെ പിള്ളേരെ കൂടെ ഇരുന്ന് 2 വാക്ക് സംസാരിക്കുക, അല്ലെങ്കിൽ ഇതുള്ള സ്ഥലങ്ങളൊക്കെ കാണാം. അതൊക്കെ ഒരു വല്ലാത്തൊരു സംഭവം തന്നെയാണ് കേട്ടോ. നമ്മൾ വിളിക്കുമ്പോൾ അവർ വരുന്നത് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ആദ്യമൊന്നും എൻ്റെ അമ്മ ഇല്ല, ഒരു സ്ഥലത്തേക്ക് വരില്ല. പിന്നെ ഞാൻ അമ്മേനെ നല്ല ചീത്ത പറയാം. അമ്മ എന്തിനു വരാതിരിക്കണം, അമ്മ ഞാനല്ലേ വിളിക്കുന്നത്, ഞാനാണ് അമ്മേനെ ആകെ കൂടി കൊണ്ടുപോകാനുള്ളത്, അമ്മ എൻ്റെ കൂടെ വരണം. അതേപോലെ തന്നെയാണ് ഇവിടെ അച്ഛനും അമ്മേനോട് ഞങ്ങൾ പറയട്ടെ, ആദ്യമൊന്നും സിനിമയ്ക്കൊന്നും വരില്ല, വേദന എന്നൊക്കെ പറയട്ടെ, അമ്മയ്ക്ക് മുട്ടും. പക്ഷെ ഇപ്പം ഞങ്ങളെ കൂടെ എല്ലാത്തിനും വരും. അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അതായത് നമ്മൾ പോകുന്നേക്കാൾ നമ്മൾ അച്ഛനമ്മ കൂടെ വരുമ്പോൾ അവർക്കതൊരു സന്തോഷം തന്നെയാണ്. അവർക്ക് എന്തൊക്കെ വയ്യെന്ന് പറഞ്ഞാൽ അവരെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരത് ആഗ്രഹിക്കില്ല. ഇവിടെ നിങ്ങളൊന്നും പറയണ്ട കേട്ടോ. ഇവിടെ നീതി ചേച്ചിക്ക് വെള്ളം കണ്ടാൽ പിന്നെ കയറാൻ പറ്റില്ല. നീതി ചേച്ചിക്ക് മാത്രമല്ല എൻ്റെ എല്ലാ ചേച്ചിമാർക്കും വെള്ളം കണ്ടാൽ കയറാൻ പറ്റില്ല. പക്ഷേ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല കേട്ടോ. എനിക്ക് ഈ ഒരു ഇതിനും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നനഞ്ഞൊട്ടി കാറിലിരിക്കണ്ടേ എന്നുള്ള സംഭവം. പക്ഷെ അവൾക്ക് അങ്ങനെയൊന്നുമില്ല. അവളും അബ്ബിയും നിഖിൽച്ചേട്ടനും പിള്ളേരൊക്കെ അടിച്ച് പൊളിച്ചിട്ടുണ്ട്. വല്യമ്മ ആ ഒരു സ്റ്റോപ്പിലേക്ക് ഇറങ്ങില്ല, പകുതി എത്തിയപ്പോൾ വല്യമ്മ അവിടെ ഇരുന്നു കേട്ടോ.
ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു. തിരിച്ചു വരുന്ന വഴി ഇത് നമ്മൾ ചായ കുടിക്കാൻ കയറി. അപ്പോൾ അവിടെ നിന്ന് നല്ല അടിപൊളി നമ്മുടെ ഉള്ളിവട കഴിച്ചു കേട്ടോ. ഉള്ളിവട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുള്ളിൽ ക്യാബേജൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, വെജിറ്റബിൾസ് ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല മുരുപുരാന്നുള്ള ഉള്ളിവടയൊക്കെ ആയിരുന്നു. കട്ട്ലേറ്റ് കഴിച്ചു, വലിയമ്മ കഴിക്കുന്നുണ്ടല്ലേ. ഇങ്ങനെ പിന്നെ ഞങ്ങൾ വരുന്ന വഴിയിട്ട് ഒരു കാട്ടാനെ കണ്ടിട്ട് പിടിയാനെയാണെന്ന് തോന്നുന്നുണ്ട്. മറ്റേ പാമോയിലൊക്കെ ഉണ്ടാക്കുന്ന മരാന്ന് തോന്നുന്നത്, അങ്ങനെയാണ് ഇവർ പറയുന്നത് കേട്ടോ. അവിടെ ഒരു ആനേനൊക്കെ കണ്ടു. പിന്നെ എന്താ ഞങ്ങൾ നേരെ തിരിച്ചു പോവാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 12 മണിയോട് കൂടിയിട്ടാണ് നമ്മൾ ശരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ. നമ്മൾ ചാലക്കുടിയിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ അതിരപ്പള്ളിയിൽ പോയി, നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്ന സ്ഥലങ്ങളൊക്കെ അല്ലേ, നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയി, അതൊക്കെ കണ്ടു, തിരിച്ചു വന്നു. ഭയങ്കര ഹാപ്പി. തിരിച്ച് എൻ്റെ വീട്ടിലാണ് വന്നത്. ഇന്ന് എൻ്റെ വീട്ടിലാണ് ഇവരെല്ലാവരും സ്റ്റേ ചെയ്യുന്നത്. അമ്മ മോർണിംഗ് തന്നെ ചിക്കനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ഇനി അത് കഴിക്കാനിരിക്കണം. ഇന്ന് ഇവിടെ അടിച്ചു പൊളിക്കാനാണ് ഞങ്ങൾ തീരുമാനം ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം.